ഇനി നമുക്കറിയേണ്ട ഒരു കാര്യം, ഇന്നലെ ഈ അന്വേഷണ റിപ്പോർട്ട് കോടതിയുടെ പരിഗണനയിൽ SIT സമർപ്പിച്ചതാണ്. കോടതി പൂർണ്ണ തൃപ്തരാണ് നിലവിലുള്ള അന്വേഷണത്തിൽ. ഇന്ന് ചില സുപ്രധാന നീക്കങ്ങൾക്ക് SIT ഒരുങ്ങുകയും ചെയ്യുകയാണ്. ഒന്ന്, ശാസ്ത്രീയ പരിശോധനാ സംഘം ഇന്ന് ശബരിമലയിലെത്തി സന്നിധാനത്ത് വീണ്ടും ചില പരിശോധനകൾ നടത്തുകയാണ്. സ്വർണം നഷ്ടപ്പെട്ട വിവരങ്ങൾ സംബന്ധിച്ച ചില അനാലിസിസാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ EDയുടെ ഈ നീക്കം ഒപ്പം അന്വേഷണ സംഘത്തിൻ്റെ തുടർ നീക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൂടി നമുക്ക് നോക്കാം. ഡാൻ തുടരുന്നുണ്ട്. ഡാൻ, SITയുടെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തരാണ് കോടതി. അത് വേണ്ട രീതിയിൽ പോകുന്നു. പ്രത്യേകിച്ച് തന്ത്രിയുടെ അറസ്റ്റ് അടക്കം നടന്നതിന് ശേഷമുള്ള ഇടക്കാല റിപ്പോർട്ടാണ് കോടതിക്ക് മുന്നിൽ ഇന്നലെ എത്തിയത്. അപ്പോഴും കോടതി മികച്ച രീതിയിൽ അന്വേഷണം നടക്കുന്നു എന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇനി ചില അറസ്റ്റുകൾ കൂടി വേണ്ടിവരുമെന്ന സൂചനയുണ്ട്. അതായത് SIT ഇതുവരെ കടക്കാത്ത ചില വഴികളിലേക്ക് ചില അറസ്റ്റ് നടത്താനുള്ള സാധ്യത എന്നറിയുമ്പോൾ ED ഒരു പടി കടന്ന് വേഗത്തിൽ റെയ്ഡുമായി കളത്തിലിറങ്ങി എന്ന് അനുമാനിക്കാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയെങ്കിൽ ചില അറസ്റ്റുകൾ വേഗത്തിലും നടന്നേക്കാം ഈ കേസുമായി ബന്ധപ്പെട്ട്. അതായത് EDയുടെ ഇപ്പോഴത്തെ അന്വേഷണ നീക്കങ്ങൾ SITയുടെ അന്വേഷണത്തെ ഒന്നുകൂടി വേഗത്തിലാക്കാനുള്ള സാധ്യതയുണ്ടോ? അതായത് SITയുടെ 90 ദിവസം നീണ്ട അന്വേഷണത്തിനിടയിൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് 2 തവണ മാത്രമാണ് SITക്ക് ഒരു വിമർശനം നേരിടേണ്ടി വന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ എന്തുകൊണ്ട് രാഷ്ട്രീയ ഉന്നതരിലേക്ക് എത്തുന്നില്ല എന്ന ഹൈക്കോടതിയുടെ പരാമർശം, അതോടൊപ്പം രണ്ടാമത് ശങ്കർദാസിന്റെ അറസ്റ്റ് വൈകുന്നത് എന്തുകൊണ്ട്, അതൊരു വിചിത്രമായ നടപടിയല്ലേ എന്ന പരാമർശം. ഈ 2 ഘട്ടങ്ങളിൽ മാത്രമാണ് SITയുടെ അന്വേഷണത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു പരുഷമായ അല്ലെങ്കിൽ വിമർശനം ഉൾക്കൊള്ളുന്ന പരാമർശങ്ങൾ ഉണ്ടായത്. അതിനപ്പുറത്തേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ഓരോ തവണ SIT നടത്തിയ ഇടപെടലുകളിലും ഹൈക്കോടതി പൂർണ്ണ തൃപ്തരായിരുന്നു. അന്വേഷണത്തിൽ സംതൃപ്തി അറിയിക്കുന്ന സാഹചര്യം, അതോടൊപ്പം തുടരന്വേഷണം ഏത് തരത്തിലായിരിക്കണമെന്ന ഡയറക്ഷൻ കൈമാറുന്ന സാഹചര്യം, ഇങ്ങനെ ഏറ്റവും സുപ്രധാനമായ തരത്തിൽ SIT അതിന്റെ അന്വേഷണം ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് തുടങ്ങി തന്ത്രി കണ്ഠര രാജീവര് വരെയുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനികൾ അറസ്റ്റിലാകുകയും ചെയ്തതിന് പിന്നാലെ ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിലെ വിവരങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ ചില പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ചില അറസ്റ്റുകൾ കൂടി ഈ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട കേസിൽ, കട്ടളപ്പാള കേസിൽ ഒക്കെ ഇനി ഉണ്ടായേക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. അത് ഉദ്യോഗസ്ഥ തലത്തിലായിരിക്കുമോ അതോ രാഷ്ട്രീയ തലത്തിലായിരിക്കുമോ എന്നതിൽ മാത്രമാണ് ഇനി ഒരു വ്യക്തത വരാനുള്ളത്. അതിനിടയിലാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ ഉൾപ്പെടെ വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചേക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് SITയുടെ അന്വേഷണം ദ്രുതഗതിയിൽ മുമ്പോട്ട് നീങ്ങുകയാണ്. അവിടെയാണ് ED അന്വേഷണവുമായി രംഗപ്രവേശനം നടത്തുന്നത്. അവിടെ SIT ഇതുവരെ ചോദ്യം ചെയ്യാത്ത ആരെയെങ്കിലും ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുകയോ അറസ്റ്റ് രേഖപ്പെടുത്താത്ത ഏതെങ്കിലും ഉന്നതരെ ED നേരിട്ടെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ അത് SITയുടെ നടപടികളിലെ സുതാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന സാഹചര്യമായി മാറും. അത്തരം വ്യാഖ്യാനങ്ങളും വിലയിരുത്തലുകളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഓരോ നിമിഷവും SITക്ക് പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് EDയും. ED ഏത് തരത്തിലുള്ള കണ്ടെത്തലുകളായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി നടത്തുക എന്നതാണ് അറിയാനുള്ളത്. എന്തായാലും ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിശോധന ശാസ്ത്രീയ പരിശോധനാ സംഘത്തിന്റെ നേതൃത്വത്തിൽ SIT ശബരിമലയിൽ നടത്തുകയാണ്. ആ പരിശോധനയിലെ കണ്ടെത്തലുകൾ ഹൈക്കോടതിയെ ഉടൻ തന്നെ അറിയിക്കും എന്നാണ് സൂചന. എന്തായാലും SIT അന്വേഷണത്തിന്റെ അന്തിമഘട്ടത്തിലേക്കെന്ന് പറയാവുന്ന തരത്തിൽ നിർണായകമായ ഘട്ടത്തിലേക്ക് അന്വേഷണം കൊണ്ടുപോകുന്നു. അതിനിടയിൽ EDയുടെ രംഗപ്രവേശനം, ഇനി ED ഏത് തരത്തിലായിരിക്കും ഇന്നത്തെ ഈ വ്യാപകമായ റെയ്ഡിന് പിന്നാലെ തുടർ നീക്കങ്ങളിലേക്ക് കടക്കുക എന്നതാണ് അറിയാനുള്ളത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും EDയുടെ നീക്കങ്ങൾ, SITയുടെ തുടരന്വേഷണം രണ്ടും സമാന്തരമായി നടക്കുന്നു എന്നത് കൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനിടയിൽ ഇന്ന് പ്രധാനമായ മറ്റൊരു കാര്യം കൂടി ഉണ്ടാവുന്നത് ഈ പത്തനംതിട്ട ആറന്മുളയിലെ A പത്മകുമാറിൻ്റെ വീട്ടിലെ പരിശോധനയാണ്. നമുക്കൊപ്പം ശശിനാരായണൻ കൂടിയുണ്ട്. ശശിനാരായണൻ, നിർണായകമാണ് പത്മകുമാറിൻ്റെ വീട്ടിലെ പരിശോധന. ഈ കേസിൽ പലവട്ടം ജാമ്യത്തിന് ശ്രമിച്ചു, അറസ്റ്റിലുള്ള പത്മകുമാർ പലവട്ടം ജാമ്യത്തിന് ശ്രമിച്ചു, കോടതി അംഗീകരിച്ചില്ല. പത്മകുമാറിൻ്റെ ബന്ധം, അതിൽ കോടതി പത്മകുമാറിൻ്റെ വാദങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഇന്ന് ED നടത്തുന്ന ഈ പരിശോധനയിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾക്കാണ് ED യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത്? എത്രമാത്രം നിർണായകമാണ് പത്മകുമാറിൻ്റെ വീട്ടിലെ പരിശോധന? നിർണായക പരിശോധന തന്നെയാണ് പത്മകുമാറിന്റെ അവിടെ നടക്കുന്നത്. കാരണം സമ്പത്ത്, ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഈ സ്വർണം വിറ്റെന്ന് പറയുന്നു, അത് കൈമാറ്റം ചെയ്തിട്ടുണ്ട്.
അതിന്റെ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ സ്വർണം വിറ്റതിന്റെ പണം അത് സ്വത്തുവകകളായിട്ടോ വല്ലോ ശേഖരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ വാങ്ങിയിട്ടുണ്ടോ, വസ്തുക്കൾ വാങ്ങിയിട്ടുണ്ടോ, ഈ രേഖകളെല്ലാം പരിശോധിക്കുകയാണ് പ്രധാനമായും വീട് ചെയ്യുന്നത്. എന്തായാലും ഈ പ്രതികളുടെ എല്ലാം വീടുകളിൽ സമാനമായ രീതിയിൽ ഇന്ന് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ ഇഡിയുടെ കേന്ദ്ര അന്വേഷണ ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണമെന്നുള്ള ഒരാവശ്യം കൂടി BJPയും ഒപ്പം കോൺഗ്രസും ആവശ്യപ്പെട്ടു. അതിന്റെ ഭാഗം നിലയ്ക്ക് തന്നെ ഇഡിയുടെ വരവോട് കൊടുത്തിന് അത്തരത്തിൽ അന്വേഷണത്തിലേക്ക് സ്വർണ്ണക്കൊള്ള കേസ് മാറിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണമാണ് ഈ കൈമാറ്റം ചെയ്യപ്പെട്ടുള്ളത് അല്ലെങ്കിൽ വിൽപ്പന നടത്തിയിട്ടുള്ളത്. ഇതിൽ ലഭിക്കുന്ന തുക ഇവരുമായി ബന്ധപ്പെട്ടുള്ള പ്രതികൾക്കപ്പുറം ആർക്കാർക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടോ, അത് ബാങ്ക് വഴിയാണോ, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ഈ പണം കൈമാറിയിട്ടുള്ള വരവിൽ കവിഞ്ഞുള്ള സ്വത്തുക്കൾ നിലവിലത്തെ സാഹചര്യത്തിൽ പ്രതികൾ കൊണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഇഡി പരിശോധിക്കുന്നത്. അതിനുള്ള നടപടികൾ നടക്കുന്നത്. നേരത്തെ SITയും സമാനമായ രീതിയിൽ ഈ പത്മകുമാറിന്റെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പം ഇഡി രാവിലെ ഇന്ന് പുലർച്ചെ ഒരു 6 മണിയോട് കൂടിയാണ് ഈ സംഘം എത്തിയതിനു ശേഷം അടച്ചിട്ട മുറിക്കുള്ളിലാണ് പരിശോധന നടക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് വിവരം ലഭ്യമല്ല. എന്തായാലും പരിശോധനകൾ പൂർത്തിയായതിനു ശേഷമായിരിക്കും അവിടെ നിന്ന് കണ്ടെടുത്തിട്ടുള്ള സാധനങ്ങൾ ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ കൃത്യമായി നമുക്ക് അറിയാൻ കഴിയുള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണ കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഈ പണം ലഭിച്ചിട്ടുണ്ട്. ആ പണം എവിടെയാണ്, ആരുടെ കയ്യിലാണ്, എന്ത് ചെയ്തു ഇവർ എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഇഡി പരിശോധിക്കുന്നത്. സാഹിത്യ അതാണ് സാമ്പത്തിക കടത്താണ് അന്വേഷിക്കുന്നത്. പക്ഷേ ഒരു പരിധി കൂടി കടന്നുള്ള അന്വേഷണം ഇഡിയിൽ നിന്നും പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ ചില അറസ്റ്റ് അടക്കം അന്വേഷണ ഏജൻസി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കങ്ങളിലും ഉണ്ടാവുമെന്ന് കരുതാം. അങ്ങനെയെങ്കിൽ നമുക്ക് ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഇന്നത്തെ കണ്ടെത്തലുകളടക്കം നിർണായകമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.